എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നട്ടലൊക്കെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. 2 കൈ ചുമ്മുദ്ര വെച്ച് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. സിറ്റ് ഡൗൺ, സെൻറ്റർ, പാമി. ഉള്ളംകൈ നന്നായിട്ട് കൂടി ചേരുക. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാധാരണ തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാധാരണ ഉള്ളം കൈയിലോട്ട് കണ്ണ് തുറന്ന് നോക്കുക. സാധാരണ തിരിച്ചു വരാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഓക്കെ. കുറച്ച് ദിവസം ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് യോഗ ചെയ്യുക. ഓക്കെ. പുതിയ വർഷം വരാൻ പോവുകയാണ്. പുതിയ വർഷം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കലും ആശംസിക്കില്ല. അറിയാമല്ലോ, ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും മോശമായിരിക്കും അടുത്ത വർഷം. പക്ഷെ നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ, പല സാഹചര്യങ്ങൾ വന്നേക്കാം. അവിടെയെല്ലാം തരണം ചെയ്ത് നിൽക്കാനുള്ളൊരു മെൻ്റലി ഫിസിക്കലി ഒരു എനർജി നമുക്ക് യോഗ ഗിഫ്റ്റായിട്ട് തരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും മുടങ്ങാതെ യോഗ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ നല്ലൊരു വർഷം അല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ എല്ലാവരും വിചാരിക്കും അടുത്ത വർഷം അടിപൊളി ആയിരിക്കണം എന്നാണ് ഞാനും നിങ്ങളും എല്ലാം വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ മോശമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ പല സാഹചര്യങ്ങൾ വന്നേക്കാം, നമുക്ക് വിഷമഘട്ടങ്ങൾ വന്നേക്കാം, സന്തോഷം വന്നേക്കാം. അപ്പോൾ നമുക്കൊരു വിഷമഘട്ടം വന്നാലും നമ്മൾ തകർന്നു പോകാതെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന് നമുക്ക് അത്രയും പവർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു എനർജി മെൻ്റലി ഫിസിക്കലി നമ്മളിൽ ഉണ്ടായി വരണം. അതുണ്ടായി വരണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ആര് സഹായിക്കും? യോഗ സഹായിക്കും. നിങ്ങളുടെ പുതിയ വർഷത്തെ ഏറ്റവും വലിയൊരു തീരുമാനം എന്തായിരിക്കണം? 1 മണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വച്ചിരിക്കണം എന്നായിരിക്കണം നമ്മളോട് തന്നെ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അത് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? സമയം കണ്ടെത്തുക. ഉള്ള സമയത്തിൽ രാവിലെ എണീച്ച് പെട്ടെന്ന് പറ്റുന്ന അത്രയും മാക്സിമം ജോലിയൊക്കെ ഒരുക്കി വെച്ച് ഈ ഒരു 11 മണി അല്ലെങ്കിൽ ഈ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിച്ച് റെക്കോർഡ് ക്ലാസ്സെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് എടുത്തുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ 2 വാക്ക് സംസാരിക്കുന്നത്. ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരും ഈ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ എൻ്റെ ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ ഇരിക്കണം. ഒരു യോഗ ട്രെയിനർ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം, കടമയാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുവാണ്, എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക? യോഗ ചെയ്യുക. ചെയ്തവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെല്ലാവർക്കും വലിയ സന്തോഷമാണ്. അവർക്കും സന്തോഷമാണ്, പഠിപ്പിച്ച് എനിക്ക് സന്തോഷമാണ്. ഓക്കെ. അതുപോലെ പുതിയ ആൾക്കാർക്ക് പുതിയ മാറ്റങ്ങൾ വരട്ടെ. പുതിയ വർഷത്തിൽ എല്ലാ ദിവസവും വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക? ക്ലാസ്സിന് വരാനായിട്ട് നോക്കുക. ചെറിയ കുഞ്ഞുള്ളവരും അതുപോലെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ചിലപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒരാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ പോലും മടി പിടിക്കാതെ വീണ്ടും നിങ്ങളുടെ മനസ്സ് പറയും പോവണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പോവണ്ട എന്നോട് പറഞ്ഞിട്ട് അവിടെ ഇരുന്നോ, ഞാൻ പോവും, എൻ്റെ ആരോഗ്യൻ്റെ ഉത്തരവാദിത്വമാണെന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് വന്ന് എന്ത് ചെയ്യുക? നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 മണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വച്ചിരിക്കണം. അത് നിങ്ങളുടെ വലിയൊരു തീരുമാനമായിരിക്കണം. നിങ്ങളുടെ മക്കൾ എത്രത്തോളം നിങ്ങൾക്ക് വിലപ്പെട്ടതാണോ അതുപോലെ നിങ്ങളുടെ ആരോഗ്യം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ കാണുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഫ്രണ്ടിൽ കാണുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ മറക്കുവാണ്. അങ്ങനെ മറക്കരുത് ഒരിക്കലും. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മക്കളെ കുറച്ചും കൂടെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അനുസരിച്ച് അവരെ വളർത്താനും അവരെ പരിപാലിക്കാനൊക്കെ പറ്റുള്ളൂ. അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, മക്കളുടെ കാര്യം അറിയാമല്ലോ. ആരും നോക്കൂല, അമ്മയെ പോലെ ആരും നോക്കൂല, അച്ഛൻ പോലും നോക്കൂല. ചിലപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞ് വേറെ പെണ്ണ് ആണെങ്കിലും കെട്ടിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്. ഈ ചെറിയ കുഞ്ഞല്ലേ വേറെ കല്യാണം കഴിയുമെന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് മറക്കും. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് മറവി. അതുകൊണ്ടാണ് ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടേണ്ട ഒരു ശക്തി ദൈവം തരുന്നത്, ആ ഒരു മറവി. അപ്പോൾ അതുകൊണ്ട് അമ്മമാരായിരിക്കുന്ന ഈ വഴിയെ പോകുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അവർ മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരമ്മയെന്ന് പറയുന്നത് വീട്ടിൻ്റെ വിളക്കാണ്. അറിയാലോ, ഒരു സർവ്വ ഐശ്വര്യം ഒരമ്മയാണ്. ആ അമ്മ ചിരിച്ചാൽ മാത്രമേ വീട്ടിൽ ശോഭ ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം പുതിയ വർഷം നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം ആയിരിക്കട്ടെ
അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാഹചര്യം വന്നാൽ പോലും അതൊക്കെ എന്ത് ചെയ്യുക, തരണം ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് യോഗ ഗിഫ്റ്റായിട്ട് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മൾ റെക്കോർഡ് ക്ലാസ്സും കൂടെ എടുക്കുവാണ്. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ അവർക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ഒരു വാക്ക് കേട്ട് ഒരാളെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരട്ടെ ക്ലാസ്സിലോട്ട്. അതിന് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിച്ചതാണ്. ഓക്കെ, എല്ലാവർക്കും സുഖമാണല്ലോ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാവർക്കും സുഖം? എല്ലാവരും കൈ കാണിച്ചേ ഹാപ്പിയാണ്? ഓക്കെ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ന്യൂ ഇയർ വരുവാണ്. ഓക്കെ, ന്യൂ ഇയറിൽ നമുക്ക് അടിച്ചു പൊളിച്ച് യോഗയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹാപ്പിനെസ് ഇതല്ലേ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ 2 കൈ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. ശ്വാസം എടുത്ത് 2 കൈ മുകളിലേക്ക് ഉയർത്താം. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് വലിച്ചു പിടിച്ച് 1 2 3 4 5 6. വലത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6. സെൻറ്റർ. ഓപ്പോസിറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6. സെൻറ്റർ. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്തിയോ? നമ്മുടെ ഇടത് കൈ വലത് കാൽമുട്ടിൽ വെച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ചെയ്തേ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ വലത് കൈ പുറകിൽ വയ്ക്കുക, സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. നമ്മുടെ അരക്കെട്ട് മാത്രം പുറകിലേക്ക് വലത് സൈഡിലോട്ട് തിരിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം നമ്മുടെ കഴുത്ത് തിരിയുന്നതോടൊപ്പം കൈയും കൂടെ ഉയർത്തിക്കൊണ്ടുവരാം. നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിൽ വെച്ച് എല്ലാവരും വെച്ച് ഇടത് കാൽമുട്ടിൽ നമ്മുടെ ഇടത് കൈ പുറകിൽ സെൻറ്റർ ഭാഗത്ത് വയ്ക്കാം. വെച്ചോ? ഇടത് സൈഡിലോട്ട് തിരിഞ്ഞിരുന്ന അരക്കെട്ട് മാത്രം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്ത്. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്ത് കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാലത്തോടെ ഭാഗാനൊക്കെ 1 2 3. ഗുഡ്. വരിയോടെ ചെയ്യുക. 1 2 3. കാലത്തോടെ ഭാഗാനൊക്കെ 1 2 3. 2 കാല് ചേർത്ത് വെച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. 2 കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓരോ കാലം ഇത് മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. ഓക്കെ, കൂടെ 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. 2 കാല് നീട്ടിയിടാം. നമ്മുടെ ഇടത് കാല് മുകളിലേക്ക് ഉയർത്തിയ ഇടത് കാല് വലത് കൈ മുകളിലേക്ക് ഉയർത്തിയേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കുക. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വലത് കാല് ഉയർത്തിയേ.
ഇടത് കൈ ഉയർത്തിയേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കാം. വലത് കാല് മടക്കി കുത്തി വയ്ക്കുക. വലത് കാല് തുടയുടെ അടിയിലൂടെ കൈയോട് ലോക്ക് ചെയ്യുക. 1 2. കാൽമുട്ട് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് കാല് മടക്കിയേ. കാല് തുടയുടെ അടിയിലൂടെ ലോക്ക് ചെയ്യാം. കാല് മുകളിലേക്ക് വരുത്താം. താഴെ വയ്ക്കുക. കാൽമുട്ട് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. ഓരോ കാലം മാടി മാറി തൊടാം. 1 ക്രോസ് ചെയ്ത് ടച്ച് ചെയ്ത. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ച്. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. രണ്ട് കൈ ലോക്ക് ചെയ്യുക. ചക്ക് കലാസനം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓപ്പോസിറ്റ് ചെയ്ത. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് വയ്ക്കുക. സാധാരണ തിരിച്ചൊരു ഹാഫ് ബട്ടർഫ്ലൈ ചെയ്യുക. നമ്മുടെ വലത് കാലിനെ മടക്കി ഇടത് കാലിൻ്റെ തുടയിൽ വയ്ക്കുക. മടക്കി മുകളിലെടുത്ത് വയ്ക്കുക. വെച്ചോ. ഫ്ലൈ ചെയ്ത് കൊടുത്ത. 1 2 3 4 5 6 7 8 9 10. രണ്ട് കൈയോട് ലോക്ക് ചെയ്യുക. താഴേക്ക് പ്രസ് ചെയ്യുക. നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ കാലം നീട്ടിയിടാം. ഓപ്പോസിറ്റ് കാലെടുത്ത് വെച്ചേ. ഇടത് കാലെടുത്ത് വലത് കാലിന് തുടയുടെ പുറത്ത് വയ്ക്കും. വെച്ചോ. ഫ്ലൈ ചെയ്ത് കൊടുത്ത് രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. 1 നന്നായിട്ട് ചെയ്തേ. നന്നായിട്ട്. 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയ. 1 2 3 4 5 6. ഗുഡ്. രണ്ട് കൈ കോർത്ത് പിടിക്കുക. താഴേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. കാലപ്പം നനക്കി കൊടുക്കുക. വലത് കാലെടുത്ത് ഇടത് കൈയുടെ മടക്കിൽ ഇങ്ങനെ വയ്ക്കുക. രണ്ട് കൈയുടെയും അടുത്തായിട്ട് വെച്ചിങ്ങനെ വന്ന് അനക്കി കൊടുക്കുക. 1
2, 3, 4, 5, 6, 7, 8, 9, 10. സാധാരണ തിരിച്ചു വയ്ക്കുക. ഓപ്പോസിറ്റ് കാലം അതുപോലെ ചെയ്തേ, പറ്റുന്നത് പോലെ. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടായാലും അനക്കി കൊടുക്കുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഗുഡ്. സാധനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. പറ്റുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്താൽ പറ്റുന്ന എല്ലാവരും. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന എന്ത് പറ്റി? ക്യാമറ ഓൺ ചെയ്തോളൂ. ബട്ടർഫ്ലൈയിലോട്ട് വരാം. ഫ്ലൈ ചെയ്ത് കൊടുക്കുക. 1, നടുൽ സ്ട്രൈറ്റ് ആക്കി വെച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്പീഡ് കൂട്ടിയാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ചെയ്തേ. 1, 2, 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് ശ്വാസം എടുക്കുക. സാധാരണ മുന്നിലേക്ക് കൈകൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സാധാരണ തിരിച്ചു വരാം. ഒരിക്കൽ ഫ്ലൈ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കൽ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ചെയ്തേ. 1, 2, 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് ശ്വാസം എടുക്കാം. സാധാരണ മുന്നിലേക്ക് കൈകൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സാധാരണ തിരിച്ചു വരാം. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ. കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. സാവധാനം തിരിച്ചു വരാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ജാനു ശീർഷാസനം ചെയ്യാൻ പോകുന്നത്. വലത് കാലം നീട്ടിയിടുക. ഇടത് കാലം മടക്കി വലത് കാലം തുടങ്ങി ചവിട്ടി വെച്ചോ. ശ്വാസം എടുത്ത് കൈ ഉയർത്ത. ലോക്ക് ചെയ്യാൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. ശ്വാസം എടുത്ത് കൈ ഉയർത്ത. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓപ്പോസിറ്റ് ചെയ്തേ. ഇടത് കാലം നീട്ടിയിടുക. വലത് കാലം മടക്കി ഇടത് കാലം തുടങ്ങി ചവിട്ടി വയ്ക്കുക. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെച്ച് ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും. രണ്ട് കാൽ ചേർത്ത് വയ്ക്കുക. പശ്ചിമോത്താനാസനം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്താം. ലോക്ക് ചെയ്യാൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് 2 കാല് ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. 2 കാല് മടക്കി കുത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ബോഡി മുകളിലോട്ട് ഉയർത്തിയേ. തല പുറകിലേക്ക് ചരിച്ചിടാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാവധാനം റിലാക്സ് ആയിട്ടിരുന്നു. സാവധാനം തിരിച്ചു വരാം. ക്രോസ് പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കഴുത്തിൻ്റെ എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ,
up, down. Center, side looking. 1, center, 2, center, 1, center, 2, center, 1, center, 2, center, 1, center, 2, center, 1, center, 2, center. സാധാരണ റിലീസ് ചെയ്യുക. വലത് സൈഡിലോട്ട് കഴുത്ത് ചരിച്ച് വെച്ച് വലത് കൈയോട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 1, 2, 3, 4, 5, 6. സെൻറ്റർ. ഇടത് സൈഡിലോട്ട് നന്നായിട്ട് ചരിച്ച് വെച്ച് ഇടത് കൈയോട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 1, 2, 3, 4, 5, 6. സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ മുന്നോട്ട് കൊണ്ടുവരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓ, കൈ തിരിച്ചു പിടിക്കുക. കൈപ്പത്തി അപ്പണ്ട പണിയാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈ ചുരുട്ടി പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 1, 2, 1, 2, 1, 2. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ ഇങ്ങനെ വയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരു കൂടെ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ മുകളിലേക്ക് വരുത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ട് കൈ ഷോൾഡർ ലെവലിൽ വയ്ക്കുക. കൈയുടെ മുട്ട് തമ്മിൽ ടച്ച് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5, 6. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ കാൽമുട്ടിൽ അല്ലെങ്കിൽ തുടയിൽ വയ്ക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. ഓപ്പോസിറ്റ് ചെയ്തേ. 1, 2, 3, 4, 5, 6. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് കണ്ണടച്ചിരിക്കുക. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ. കാലൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുക. 1, 2, 3. കാല് തുടക്കാനൊക്കെ. 1, 2, 3. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. നമ്മുടെ ഇടത് കാലിൽ തള്ളവരലിൻ്റെ പുറത്ത് വലത് കാലിൽ ഉപ്പുറ്റി എടുത്ത് വയ്ക്കുക. വലത്തോട് ഇടത്തോട് ചരിച്ചു കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ്. ഓപ്പോസിറ്റ് ചെയ്ത് വലത്തോട് ഇടത്തോട് ചരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ. സാധാരണ എഴുന്നേറ്റിരിക്കുക. ഇന്ന് വർക്കൗട്ടിൻ്റെ ക്ലാസ്സാണ്. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ. ഒരാഴ്ചത്തെ പ്രാക്ടീസ് ശേഷം വന്നിരിക്കുകയല്ലേ. ചെയ്തവരും ഉണ്ടാവും, ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാം. ബോഡിയൊക്കെ ഒന്ന് ലൂസാക്കാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് വന്നിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7,
8, 9, 10. Opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. ഓരോ കൈ വീതം ഉയർത്തി താഴ്ത്തും ചെയ്ത 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ മുന്നിലോട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, കൂടെ റിലീസ് ചെയ്യാം. രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. റിലീസ് ചെയ്യാം. നമ്മുടെ പുറകു വശത്തെ ഫാറ്റ് കുറയാൻ വേണ്ടി സഹായിക്കും. ഈ സൈഡ് ഇവിടുത്തെ ഈ രണ്ട് സൈഡിലെയും ഫാറ്റ് കലഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എക്സസൈസ് സഹായിക്കും. സാധനം തിരിച്ചു തരാം. 1, 2, 3. 1, 2, 3. മുകളിലോട്ട് പോകണം. വീണ്ടും താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട്. 1, 2, 3. ബ്രസ്റ്റ് ഒക്കെ നല്ല ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. 1, 2, 3. താഴോട്ട് വരണം. 1, 2, 3. മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. 1, 2, 3. വീണ്ടും നമ്മൾ കൈ താഴ്ത്തണം. വീണ്ടും മുകളിലോട്ട്. 1, 2, 3. 1, 2, 3. നന്നായിട്ട് ചെയ്ത്. 1, 2, 3. ഗുഡ്. 1, 2, 3. ഗുഡ്. 1, 2, 3. റിലീസ് ചെയ്യുക. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്തേ. ബ്രസ്റ്റിലെ ഫാറ്റൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, ഗുഡ്. 1, 2, 3, 4. 1, 2, 3, 4. നന്നായിട്ട് ഓപ്പൺ ആവട്ടെ. നന്നായിട്ട്. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ആയിട്ട് നിന്ന് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടിയേ. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിച്ച് നിൽക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാധാരണ പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാധാരണ പുറത്തേക്ക് വിടാം. സാധാരണ തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഡിസ്ക് കംപ്ലൈൻറ്റ് നട്ടല് തേയ്മാനമൊക്കെ ഉള്ളവർ ചെയ്യരുത് കേട്ടോ. മിണ്ടാതെ നിന്നോളൂ കണ്ണടച്ച്. ബാക്കിയുള്ളവർ ചെയ്ത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കലും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ ചെയ്യരുത് കേട്ടോ. രണ്ട് കൈ ഇങ്ങനെ കോർക്കുക. ഏറ്റവും ഫ്രണ്ടിൽ എവിടെയാണോ പറ്റുന്നത് അവിടെ കൊണ്ടുവരാം. 1, 2, 3 എന്ന് പറയുമ്പോൾ രണ്ട് കാലിൻ്റെ സെൻറ്ററിൽ വരും. 4. ഓക്കെ, ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ ചെയ്യരുത്. ഏറ്റവും മുന്നിൽ വരാം. 1, 2, 3 എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കാലിൻ്റെ നടുക്ക് വരും. 4 എന്ന് പറയുമ്പോൾ ഇടുപ്പിൽ പിടിച്ചതിന് ശേഷം പുറകിലോട്ട് വളയും. ഓക്കെ, ചെയ്തേ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1,
2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എല്ലാവരും നന്നായിട്ട് ചെയ്തേ 1 2 3 4 റിലീസ് ചെയ്യുക റിലാക്സ് ആയിട്ട് നിന്ന് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക രണ്ട് കൈ പുറകെ കെട്ടി കണ്ണടച്ച് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് മുകളിലോട്ട് വയ്ക്കുക വെച്ചോ വച്ചതിന് ശേഷം 1 എന്ന് പറയുമ്പോൾ കാലിൻ്റെ ഉപ്പിറ്റി ഉയർത്തുക 2 എന്ന് പറയുമ്പോൾ താഴെ വയ്ക്കണം ഓക്കെ 1 2 1 2 1 2 1 2 നെക്സ്റ്റ് ഹോൾഡ് ചെയ്താണ് ചെയ്യുന്നത് 1 അങ്ങനെ നിന്നേ 2 2 എന്ന് പറയുമ്പോൾ താഴെ വയ്ക്കുക ഓക്കെ മനസ്സിലായല്ലോ 1 2 നമ്മുടെ ഹാഫ് മസിൽസ് ഒക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടി ചെയ്യുന്ന പോസ്റ്ററാണ് 1 നന്നായിട്ട് ചെയ്തേ 2 2 എന്ന് പറയുമ്പോൾ താഴെ വയ്ക്കാവോ 1 2 1 2 1 2 സാധാരണ റിലീസ് ചെയ്യുക റിലാക്സ് ആയിട്ട് നിൽക്കുക എല്ലാവരും കാലിൻ്റെ ഉപ്പുറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മാറ്റിൽ 1 കാലിൻ്റെ ഉപ്പുറ്റി മാത്രം താഴെ വയ്ക്കുക 1 2 3 4 5 6 7 8 9 10 ഓക്കെ ഗുഡ് നെക്സ്റ്റ് കാലിൻ്റെ വിരലുകളിൽ നടന്നേ കാലിൻ്റെ ഉപ്പുറ്റി ഉയർത്തുക കാലിൻ്റെ വിരലുകളിൽ മാത്രം നടക്കുക 1 2 3 4 5 6 7 8 9 10 ഒരിക്കലും നടക്കാം 1 2 3 4 5 6 7 8 9 10 സാധാരണ തിരിച്ചു വരാം റിലാക്സ് ആയിട്ട് നിൽക്കുക എല്ലാവരും ഓക്കെ ആണോ ചെയ്യാൻ ടയേർഡായോ ഓക്കെ ആണ് നിങ്ങളല്ലെങ്കിൽ അടിപൊളിയാണെന്ന് എനിക്കറിയാം പഴയ ആൾക്കാരൊക്കെ ഓക്കെ ഗുഡ് രണ്ട് കാൽ ഓപ്പൺ ചെയ്യുക കൈ ലോക്ക് ചെയ്തേ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 റിലീസ് ചെയ്യുക റിലാക്സ് ആയിട്ട് നിൽക്കുക സാധാരണ തിരിച്ച് രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക വലത് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക 1 വലത് കാലം ക്ലോസ് ചെയ്യുക ഇടത് കാലം ഓപ്പൺ ചെയ്യും 2 1 2 1 നന്നായിട്ട് ചെയ്തേ 2 1 2 1 2 1 2 1 2 റിലീസ് ചെയ്യുക റിലാക്സ് ആയിട്ട് നിൽക്കുക എല്ലാവരും കണ്ണടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് ഇടുന്നത് ശ്രദ്ധിച്ച് നിന്ന് സാധാരണ തിരിച്ചു വരാം
വലത് കാല് ഫ്രണ്ടിലേക്ക്. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. ഓപ്പോസിറ്റ് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നേ, എല്ലാവരും മുട്ടുകുത്തി നിന്ന്. മുട്ടുകുത്തി നിന്നോ? മുട്ടുകുത്തി നിന്നതിന് ശേഷം 2 കൈ നല്ല ബലം കൊടുക്കുക. കൊടുത്തോ? കാലിന് ബലം കൊടുക്കുക. ദണ്ഡാസനയിൽ നിൽക്കുക. സൂര്യ നമസ്കാരത്തെ ദണ്ഡാസനയിൽ നിന്നേ. പുഷപ്പ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. പർവ്വതാസനത്തിലോട്ട് പോയേ. 1 2 3 4 5 6 7 8 9 10. വീണ്ടും ദണ്ഡാസനയിലോട്ട് വന്നേ. ഫ്രണ്ടിലോട്ട് നോക്കിയേ. 1 2 3 4 5 6. പർവ്വതാസനത്തിലോട്ട് പോവാ. 1 2 3 4 5 6. സാധാരണ കാൽമുട്ട് താഴെ വെച്ച് 2 കാൽമുട്ട് താഴെ വയ്ക്കുക. വജ്രാസനത്തിൽ ഇരിക്കുക. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം 2 കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ശശകാസനത്തിൽ ഇരിക്കുക. സാധാരണ തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മണ്ഡൂകാസനമാണ് ചെയ്യാൻ പോകുന്നത്. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക, അല്ലാത്തവർ അല്ലാതെ ഇരിക്കാം. ഓക്കെ, നമുക്കിന്ന് മണ്ഡൂകാസനം ചെയ്യേണ്ട വേറൊരു പോസ്റ്റ് പറഞ്ഞുതരാം. ഡോഗ് അറിയാലോ? ഡോഗ് പട്ടി അറിയാമല്ലോ. പട്ടി എങ്ങനെയാണ് ശ്വാസം പുറത്തേക്ക് വിടുന്ന കണ്ടിട്ടുണ്ടോ? 2 കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടോ? വയറ് കണ്ടോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നത് മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടും. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ തലയിലോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, എന്താ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട, കുറച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഒരുപാട് എനർജി എടുത്ത് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ചെയ്തോളും. ഇങ്ങനെ മുട്ടുവേദന ഉള്ളവരിങ്ങനെ ഇരിക്കേണ്ട, അല്ലാത്തവരിങ്ങനെ ഇരുന്നതിന് ശേഷം 2 കൈ 2 സൈഡിലോട്ട് വയ്ക്കാം. വെച്ചോ? വച്ചതിന് ശേഷം മുന്നിലോട്ട് നോക്കാം. നാക്ക് പുറത്തേക്ക് ഇടാം. ബ്രീത്ത് എടുത്തേ. ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കും, പുറത്തേക്ക് വിടാം. ശ്വാസം എടുക്കും, പുറത്തേക്ക് വിടാം. ചെയ്ത് നോക്കിയേ. സ്റ്റാർട്ട് ചെയ്തേ. 1 2. ചെയ്തോളൂ. റിലാക്സ് ആയിട്ടിരിക്കുക. കണ്ണടച്ചിരുന്ന എല്ലാവരും ചെയ്യാൻ പറ്റണുണ്ടോ? നമ്മുടെ ബോഡി അനക്കുന്നില്ല, നമ്മുടെ വയറ് മാത്രമാണ് അനങ്ങുന്നത്. നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടേ ഫോഴ്സിൽ. കണ്ടോ? ഓക്കെ, സത്യഭാമയുടെ നെഞ്ചും അനങ്ങുന്നുണ്ട്. അത് സാരമില്ല, ആദ്യം എല്ലാം അനങ്ങും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, ചെയ്ത് നോക്കിയേ. സഫി, ശ്യാമയൊക്കെ ചെയ്ത് നോക്കിയേ. അമ്മു ചെയ്ത് നോക്കിയേ. അമ്മു നന്നായിട്ട് ഫോഴ്സിൽ എക്സൈൽ ചെയ്യാം. പുറത്തേക്ക്. ഗുഡ്, അങ്ങനെ തന്നെ.
തല ആട്ടണ്ടടാ, തല ആട്ടണ്ട, നമ്മളെ വയറ് മാത്രം ഫ്ലാപ്പ് ചെയ്യും. ശ്വാസം എടുത്ത് വയറിൽ ശ്രദ്ധിക്കും. സത്യഭാമ ചെയ്ത ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി വലത് സൈഡിലോട്ട് ഇരുന്നോളൂ. വലത് സൈഡിലോട്ട് ഇരിക്കാം. ഇന്ന കാലം നീട്ടിയിടുക. നമ്മളെ മനസ്സ് നല്ല റിലാക്സ് ആവാൻ വേണ്ടി സഹായിക്കുന്ന പോസ്റ്ററാണ്. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. 1 2 3 4. കാല് തുറക്കുക. അങ്ങനെയൊക്കെ 1 2 3 4. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ പുറകിലോട്ട് കിടന്നോളും. കിടന്നോളൂ. റിലാക്സ് ആയിട്ട് കിടക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നേ. ബോഡിയുടെ ഒരു ഭാഗം പിടിച്ച് വെക്കരുത്. റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. എല്ലാവരും കണ്ണടച്ച് കിടന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക. സാവധാനം രണ്ട് കാലം മടക്കി കുത്തി വയ്ക്കാം. വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുത്ത 1 2 3 4 5 6 7 8 9 10. വൈകിയോടെ ചെയ്യാം. 1 2 3 4 5 6. സാധനം റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തിയേ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തുക. അതോടൊപ്പം വലത് കൈ കൂടെ ഉയർത്തിയ മുകളിലേക്ക്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴേക്ക് വയ്ക്കാം. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട്. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട്. ഉയർത്തിയിട്ടോ? ഇട്ടോ? ഓക്കെ, ഗുഡ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാലം ഉയർത്തിയേ. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാലം ഉയർത്തുക. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തിയേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് കാല് സാവധാനം താഴെ വയ്ക്കുക. കൈ തലയുടെ മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, റീയോട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുകളിലേക്ക് ഉയർത്തുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തിയേ. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം കാല് താഴെ വയ്ക്കുക. തലയുടെ മുകളിലോട്ട് കൈ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാലം ഉയർത്തിയേ. കൈ ഇങ്ങനെയാണ് മുകളിലേക്ക് ഉയർത്തേണ്ടത്. കണ്ടോ? കൈ ഇങ്ങനെയാണ് ഉയർത്തുന്നത് മുകളിലോട്ട്. കാലും കൂടെ ഉയർത്തി കൊടുക്കുക. കാല് തൊടണ്ട, ജസ്റ്റ് ഉയർത്തി വയ്ക്കുവാണ്. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. സാധാരണ തിരിച്ചു വരെ രണ്ട് കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിൻ്റെ ഉള്ളിലോട്ട് കൈ കയറ്റി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലം മുകളിലേക്ക് ഉയർത്തുക. സൈക്ലിംഗ് ചെയ്ത 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1
2, 3, 4, 5, 6, 7, 8, 9, 10. Opposite 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കൽ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാധാരണ റിലീസ് ചെയ്യാം. റിലാക്സ് ആയിട്ട് കിടന്ന എല്ലാവരും രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കാലം രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടക്കുക. സാധാരണ തിരിച്ചു വരാം. രണ്ട് കാൽ ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ തലയുടെ മുകളിലേക്ക് വരുത്തി ലോക്ക് സ്ട്രെച്ച് ചെയ്ത് ബോഡി നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. രണ്ട് കാല് മടക്കി കുത്തി വെച്ച് ബട്ടക്സിന്റെ അടിയിലോട്ട് കൈ കയറ്റി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാല് ഒരുമിച്ച് ഉയർത്തിയേ. മുട്ട് സ്ട്രൈറ്റ് ആക്കി വെച്ചേ. കാൽ മുട്ട് സ്ട്രൈറ്റ് ആക്കി വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. ക്രോസ് ചെയ്താക്കി കൊടുത്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കലും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാധാരണ റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് കിടക്കുക. സാധാരണ തിരിച്ചു വരാം. ഓക്കെ, എല്ലാവരും ഒന്ന് വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് വലത് സൈഡിലോട്ട് ഒന്ന് ചരിഞ്ഞ് കിടക്കാം. നമ്മുടെ വലത് കൈ കൊണ്ട് തലയിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തോ. നമ്മുടെ ഇടത് കൈ ഫ്രണ്ടിലോട്ട് വെക്കുക. ഇടത് കാല് മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇടത് കാല് മടക്കി കുത്തി വയ്ക്കുക. ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ തള്ള വിരൽ പിടിച്ച് ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ തള്ള വിരൽ പിടിച്ച് ഇടത് കാല് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരും. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് ഓപ്പോസിറ്റ് തിരിഞ്ഞു കിടക്കുക. ഇടത് സൈഡിലോട്ട് തിരിഞ്ഞു കിടന്ന എല്ലാവരും ഇടത് സൈഡിലോട്ട് കിടന്നോ. നമ്മുടെ വലത് കൈ വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് വയ്ക്കാം. ഒരു സപ്പോർട്ടിന് വേണ്ടി വയ്ക്കാം. നമ്മുടെ വലത് കാല് മുകളിലേക്ക് വരുത്താം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. സാധാരണ റിലീസ് ചെയ്യാം. വലത് കാല് മടക്കി വയ്ക്കുക. വലത് കാലിന്റെ തള്ള വിരൽ പിടിച്ച് വലത് കൈ കൊണ്ട് വലത് കാല് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം പുറത്തേക്ക് വിട്ട് കാല് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്ന എല്ലാവരും ബോഡിയുടെ ഒരു ഭാഗം പിടിച്ചു വയ്ക്കരുത്. റിലാക്സ് ആയിട്ട് കിടക്കുക.
രണ്ട് കൈ ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ തലയുടെ മുകളിലേക്ക് വരുത്തി ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ബോഡി നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക, കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യുക. വലത് കൈ മാത്രം ഉയർത്തി വെച്ച് വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. വലത് കൈയുടെ പുറത്ത് നമ്മുടെ ചെവി വരുന്ന രീതിയിൽ ചരിഞ്ഞ് കിടക്കുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ഓക്കെ, ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റിരിക്കുക. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റിരിക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. നട്ടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കൈ ചിമ്മുദ്ര വെച്ച് കണ്ണടച്ചിരുന്ന എല്ലാവരും നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബോഡിയിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെൻ്റലി ഫിസിക്കലി വന്ന ചേഞ്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്ന് ആ ഒരു ശക്തി വലിയൊരു പ്രകാശം പോലെ നിങ്ങളുടെ ശരീരം മൊത്തം മനസ്സ് മൊത്തത്തിൽ നിറയുന്നതായിട്ട് സങ്കല്പിച്ച എല്ലാവരും ഒന്ന് നിങ്ങളുടെ ബോഡിയിൽ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബോഡിയിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലോട്ടൊന്ന് കണ്ടേ. എല്ലാവരും സ്വന്തമായിട്ടൊന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് സ്വന്തമായിട്ട് പറഞ്ഞേ. എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞേ എല്ലാവരും. എനിക്കെന്നെ ഇഷ്ടമാണ്, എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. ഈ ഒരു പുതിയ വർഷം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. മറ്റാരോടുമല്ല, നിങ്ങളോട് തന്നെ പറയുക. സെൽഫ് ലവ് ഉണ്ടായി വരട്ടെ. റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വരട്ടെ. ഒന്ന് ചിരിച്ചേ, നിങ്ങളോട് തന്നെ ഒന്ന് ചിരിച്ചേ. റിലാക്സ് ആയിട്ട് കൂളായിട്ട് ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇടത് കൈ മുദ്ര വയ്ക്കുക, വലത് കൈ നാസ്തിക മുദ്ര. നമ്മുടെ ചൂണ്ടുവിരൽ മടക്കുക, നടുവിരൽ മടക്കുക. ചൂണ്ടുവിരൽ നടുവിരൽ മടക്കിയേ. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ശ്വാസം പിടിച്ചു വെച്ച്
ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക, വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ലാസ്റ്റ് എക്സലേഷൻ. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. സാവധാനം കൈ റിലീസ് ചെയ്യുക, കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാധാരണ കണ്ണു തുറക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക, സ്ലോ ആയിട്ട്. ഈ കൈ തിരിച്ചു പിടിച്ച് ക്രോസ് ചെയ്ത് വയ്ക്കുക, പുറകിലേക്ക് ക്രോസ് ചെയ്ത് വയ്ക്കുക. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട്, നട്ടലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ശ്വാസം ഒന്ന് പിടിച്ചു വെച്ച് 1 2 3 4 5 6. സാധാരണ ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ശ്വാസം ഒന്ന് പിടിച്ചു വെച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാന ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തുക, കൈ തിരിച്ചെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാവധാനം കണ്ണു തുറക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. മറ്റുള്ള എല്ലാവരെക്കാട്ടിലും കൂടുതലായിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടായാൽ മാത്രമേ നാളെയും ജീവിക്കണമെന്ന് നമ്മളിലൊരു തോന്നൽ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു തോന്നൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യോഗ ചെയ്യുന്നത്. യോഗയിൽ പല ഘട്ടങ്ങളുണ്ട്. ആത്മീയ ജീവിതത്തിലോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാം. അങ്ങനെയൊക്കെ ഒരുപാട് ഘട്ടങ്ങൾ. യോഗയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വയറ് കുറയ്ക്കുകയോ വണ്ണം കുറയ്ക്കുകയോ ആരോഗ്യം സംരക്ഷിക്കുകയോ ഒന്നും അല്ല. അതിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്നതിനുള്ള വേറൊരു ഘടകങ്ങൾ യോഗയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലുണ്ട്. പക്ഷേ നമ്മളെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് നമ്മുടെ ആഗ്രഹം മെൻ്റലി ഫിസിക്കലി നമ്മളൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കുക അല്ല. അത്രയും മാത്രമാണ്. നമ്മളെ ആരും നോക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും എണീച്ചിടുന്ന എല്ലാവരും നോക്കണം. അതാണ് വീട്ടമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹം നമുക്ക് ഈ യോഗയിലൂടെ നടത്തി തരാനായിട്ട് പറ്റും. എന്ന് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. അതിനുവേണ്ടി മാക്സിമം എല്ലാവരും ക്ലാസ്സിന് എല്ലാ ദിവസവും വരാമെന്ന് വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ എല്ലാ ടൈമും ക്ലാസ് ഉണ്ട്. ഈ എല്ലാ ടൈമിലും ലൈവ് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് എല്ലാ ദിവസവും ഓരോ റെക്കോർഡ് ക്ലാസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞായർ വരെ ക്ലാസ് ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസം ക്ലാസ് ഉണ്ടെന്ന് പറയാം, ഒറ്റ വാക്കി പറഞ്ഞാൽ അല്ലേ. നിങ്ങളെ ഇപ്പോൾ സൺഡേ എനിക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ നോക്കാതെ എൻ്റെ കാര്യം നോക്കി പോവാം. എന്നാൽ പോലും അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എവിടെന്നെങ്കിലും നല്ലൊരു ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിലുള്ളതാണെങ്കിൽ പോലും അതിൽ നിന്നൊന്ന് ഷെയർ ചെയ്ത് ഇട്ട് തരും. നിങ്ങൾ സൺഡേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞാൻ.
എനിക്ക് വേണമെങ്കിൽ സൺഡേ ക്ലാസ്സില്ല അല്ലെങ്കിൽ ശനിയാഴ്ച ക്ലാസ്സില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഗ്രൂപ്പിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. ശരിക്കും ഈ ഒരു കുറഞ്ഞ ഫീസിൽ നമ്മൾ ഇത്രയ്ക്ക് വലിയ ഉത്തരവാദിത്തങ്ങളോ സ്നേഹങ്ങളോ ആത്മാർത്ഥതയൊന്നും കാണിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷെ അതിലുപരിയായിട്ട് യോഗയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. യോഗ എൻ്റെ പാഷനാണ്. യോഗ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആരോഗ്യം കൊടുക്കുകയാണ്. പഠിപ്പിക്കുന്നതിലുപരി ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. വീട്ടമ്മമാരെ, കുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പാവപ്പെട്ട വീട്ടമ്മമാരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഡ്രീം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു യോഗ ട്രെയിനർ ആവണം, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പഠിപ്പിക്കണം, ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ കുറച്ച് മാറി വീണ്ടും വേറൊരു ആഗ്രഹത്തിലോട്ട് പോകുന്നത് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ആരോഗ്യം കൊടുക്കുക, പാവപ്പെട്ട വീട്ടമ്മമാരെ ഒരുപാട് പേരെ കണ്ടെത്തുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അവരുടെ ആരോഗ്യം അവർക്കറിയില്ല, നടുവേദന മുട്ടുവേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. എല്ലാവർക്കും മെഡിസിൻ കഴിക്കാനാണ് ഇഷ്ടം, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി മോട്ടിവേറ്റ് ചെയ്ത് വയറും വണ്ണമൊക്കെ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും യോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ ചേർത്ത് നിർത്തി അവരെ മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് നിർത്തുക. അത് ഒരു വലിയൊരു ഡ്രീമായിട്ട് ഇപ്പോൾ എൻ്റെ മാറിക്കഴിഞ്ഞു. ഞാനങ്ങനെ ഡ്രീം കണ്ടതല്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തെടുത്ത് വന്നപ്പോൾ എനിക്കെന്തോ അങ്ങനെ ഒരു ഡ്രീമിലോട്ട് ഞാൻ പോയി എത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മളെങ്ങോട്ടാണ് വഴിതിരിച്ച് പോകുന്നതെന്നുള്ളത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെയാണ് നമ്മളിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും മാക്സിമം ക്ലാസ്സിന് വരണം പുതിയ വർഷത്തിൽ. ഓക്കെ, എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരിക്കണം? ആരോഗ്യം. നമ്മുടെ ആരോഗ്യം അതായിരിക്കണം. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ, നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വമല്ല. നന്നായിട്ട് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, പറ്റുവാണെങ്കിൽ യോഗ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അരമണിക്കൂർ നടക്കുന്നതും കൂടെ കുറച്ച് നല്ലതാണ്. യോഗ ചെയ്യുന്നതോടൊപ്പം ഒരു അരമണിക്കൂർ നടക്കുക. ഓക്കെ, രാവിലെ എണീച്ച് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ വൈകിട്ട് രാവിലെ എണീച്ച് നടക്കുന്നവരൊക്കെയാണ് മഞ്ഞാണ്, തലയിൽ തൊപ്പി എന്തെങ്കിലും വെച്ചിട്ട് വേണം നടക്കുക. അറിയാലോ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. നമുക്ക് യോഗ ചെയ്യേണ്ടതാണ്. വൈകിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് വസ്തുവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വസ്തുവിലൂടെയൊക്കെ ഒന്ന് കുറച്ച് സമയമൊക്കെ ഒന്ന് നടന്ന് നല്ല ബ്രീത്തൊക്കെ ആസ്വദിച്ച് എടുക്കുക. ഒരു റിലാക്സേഷൻ ഉണ്ടാവും. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ചോറ് കഴിക്കുക അങ്ങനെയല്ല, നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക. എന്നെക്കാട്ടിലും ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന്. എന്നാലും ചോദിക്കും എന്തെങ്കിലും ഡയറ്റ് ഉണ്ടോ എന്ന്. എന്നെക്കാട്ടിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഓവറായിട്ടുള്ള ഡയറ്റ് ഒന്നും എടുക്കരുത്. നമുക്കുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് ബെറോട്ടയും പൊരിച്ച ഇറച്ചി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കഴിക്കുക. നമ്മളെപ്പോഴും കഴിച്ച് ശീലിക്കരുത്. എങ്കിൽ അത് നമ്മളെ മക്കളും കണ്ടു പഠിക്കും അല്ലേ? ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും മക്കളും മാത്രമുള്ള വീടാകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളെന്ത് ചെയ്യും? എല്ലാ ദിവസവും ചിലപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുമെന്നല്ല, ചില ആൾക്കാരൊക്കെ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. കാരണം നിങ്ങളെ കണ്ട് നിങ്ങളെ മക്കൾ പഠിക്കും. ബെറോട്ടയൊക്കെ അറിയാമല്ലോ, ബെറോട്ടയൊക്കെ ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാൻസറൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഹെൽത്ത് ടിപ്സൊക്കെ എടുത്ത് നോക്കുക. യൂട്യൂബിൽ മലയാളത്തിലൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് വായിക്കുക. ഓക്കെ, ചെറുകുട്ടികളും അങ്ങനെയാണ്. നമ്മൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. വല്ലപ്പോഴും കൊതിക്കൊക്കെ കഴിക്കാം. അല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ മക്കളും കണ്ടു പഠിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ മോളല്ലേ എന്ന് വിചാരിച്ച് എന്ന് പൊരിച്ച ആഹാരങ്ങളൊന്നും എടുത്ത് കൊടുക്കരുത്. പെട്ടെന്ന് ഓവർ വെയിറ്റോ അറ്റാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അറിയാമല്ലോ, ഇപ്പോഴത്തെ എണ്ണയൊക്കെ അറിയാമല്ലോ, എല്ലാം മായമാണ്. നമുക്ക് ഈ ഒരു ജീവിതത്തിൽ ഇതൊക്കെ കിട്ടൂ. ഇനി നമുക്ക് ജീവിച്ചേ പറ്റൂ. ഇനി ഒന്നും മാറ്റാൻ പറ്റൂല. നമ്മൾ ഉള്ള ജീവിതം വെച്ച് തന്നെ മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഒരു പരിധി വരെയൊക്കെ യോഗ സഹായിക്കും. കുട്ടികളൊന്നും യോഗ ചെയ്യില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അമ്മമാരെന്ത് ചെയ്യുക? അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയാൽ പറ്റും. അതുകൊണ്ട് അമിതമായിട്ട് പൊരിച്ച ആഹാരങ്ങളൊന്നും വാങ്ങിച്ച് കൊടുക്കരുത്. വീട്ടിലെ ആഹാരങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ വർഷത്തിൽ പറയാനുള്ളത്. ഓക്കെ, ലൈവ് ക്ലാസ്സും റെക്കോർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഈ റെക്കോർഡ് ക്ലാസ് യൂട്യൂബ് വഴി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്കെങ്കിലും എന്നെ ഈ വാക്ക് കേട്ടിട്ട് ഈ ഒരു ക്ലാസ്സിലോട് വരണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ കാണണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നൊരു പുതിയൊരു ആഗ്രഹം ഉണ്ടായി വരട്ടെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുവാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ചിരിച്ചേ. എല്ലാവരും മസിൽ പിടിച്ചിരിക്കുവാണ്. ഞാൻ മസിൽ പിടിച്ചിരുന്നോണ്ട് നിങ്ങളെ മസിൽ പിടിച്ച് ഇരിക്കുവാണല്ലേ? ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന എല്ലാവരും ന്യൂ ഇയറിന് എന്താണ് വിഷ് ചെയ്യുന്നറിയാം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു വർഷമാണ് എല്ലാവരും ആശംസിക്കുന്നത്. ഞാൻ തിരിച്ചാണ് ആശംസിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ആശംസിച്ചതിൻ്റെ അർത്ഥം?
ഇപ്പം ഞാൻ നമ്മുടെ യോഗ ക്ലാസ്സിന് ഫംഗ്ഷൻ്റെ അന്ന് ഞാൻ പോയപ്പോൾ ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളെല്ലാം ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവള് യോഗ ട്രെയിനറല്ലേ, ഇവള് പറയട്ടെ എന്ന് പറഞ്ഞ് 2 വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോലെയാണ് പറഞ്ഞത്. പുതിയ വർഷം സന്തോഷത്തിന് സമാധാനത്തിന് നല്ല വർഷമായിരിക്കില്ല. അത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞ കള്ളമാണോ? ആണോ? ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ദുരന്തങ്ങളായിരിക്കും അടുത്ത വർഷം. നമുക്കൊന്നും അറിയാൻ പറ്റൂല. പിന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലത് ചെയ്യുക. അപ്പോൾ ദൈവം നല്ലത് തരും. മാക്സിമം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുക, അതോടൊപ്പം യോഗയും കൂടെ ചെയ്യുക. അങ്ങനെ പറയും. ആദ്യം ഞാൻ ദൈവത്തിനാണ് സ്ഥാനം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ചെറിയ കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ ഉള്ളവർക്കൊക്കെ മാറിയില്ലേ? ഇല്ലായിരുന്നു? ആർക്കും കുശുമ്പ് കുഞ്ഞായ്മയൊന്നും ഇല്ല. ഇത്രയും ഡീസൻ്റ് ആണോ എൻ്റെ സ്റ്റുഡൻസ്? ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ല, ആർക്കും ഇല്ല അങ്ങനെയൊന്നും. ഇപ്പോൾ യോഗ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറയുന്നത്, യോഗയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സൊക്കെ ഭയങ്കര ദേഷ്യം, ഈ കുശുമ്പും കുഞ്ഞായ്മയും ഭയങ്കര ടെററായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ, അവരാണ് ശരിക്കും യോഗ ചെയ്യേണ്ടത്. കാരണം അവർ കുറച്ച് നല്ല ആൾക്കാരായി മാറും. അത് സത്യമാണ്. നിങ്ങൾ ചുമ്മാ രാത്രി കിടക്കുമ്പോഴോ ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കുക, മുമ്പ് ഞാൻ എങ്ങനെ ആയിരുന്നു, എൻ്റെ ആലോചനകൾ, ചിന്തകൾ എങ്ങനെ ആയിരുന്നു. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും കാണാൻ അടിപൊളി, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് കാണുമ്പോൾ കൊള്ളാമല്ലോ, എന്നാലും നമ്മുടെ മനസ്സിൽ ചെറിയ ഒരു കടുക് മണിയെങ്കിൽ ഒരു ചെറിയൊരിത്, മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്കൊരു ചെറിയൊരു അസൂയ ചെറുതായിട്ട് തോന്നും. ഒരുപാട് തലമുടിയുള്ള ഒരാൾ, നമുക്ക് കുറച്ച് തലമുടിയുള്ളൂ, അപ്പോൾ നമുക്ക് നല്ല കൊള്ളാം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇത് തോന്നും. അത് നോർമലി എല്ലാ മനുഷ്യനും ഉള്ളൊരു കാര്യമാണ്, ആ ഒരു ഫീലിങ്സ്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് വ്യത്യാസമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഇന്ന് 2 വാക്ക് സംസാരിച്ചില്ലെന്ന് ആർക്ക് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ വന്നപ്പോൾ മുതലേ മസിൽ പിടിച്ചാണ് ഇരിക്കുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്ന് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, 2 കൈ ചിമ്മുദ്ര കഴിക്കാം, കണ്ണടച്ചിരിക്കും, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക, ബ്രീത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മെൻ്റലി ഫിസിക്കലി നല്ലൊരു എനർജി ഉണ്ടായി വരട്ടെ. നിങ്ങളോട് പറഞ്ഞേ, നല്ലൊരു എനർജി ഉണ്ടായി വരട്ടെ എന്ന്. ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്ക് നന്മയുണ്ടാകട്ടെ. ചിണ്ടാം സെൻറ്റർ പാമി ഉള്ളങ്ങ നന്നായി കൂടി തരുമ്പോൾ 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി സാവധാനം ഉള്ളങ്ങയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് വരും. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ. നാളെ കാണാം.